നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 BJPക്ക് NDAക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ള ചോദ്യം തുടക്കം മുതലേ ഉണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത ആ ഒരു സമയം മുതൽ തന്നെ, അതായത് 2025 അവസാന കാലഘട്ടം മുതലേ കേൾക്കുന്നുണ്ട്. മിഷൻ 40 എന്നൊക്കെ പറഞ്ഞ് BJP പ്രചരണം നടത്തുന്നുണ്ട്. അതുപോലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും സാധ്യതാ ചർച്ചകളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. പ്രത്യേകമായ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച്, അതായത് BJPക്ക് വോട്ട് കിട്ടാനും ജയിക്കാനും സാധ്യതയുള്ള മണ്ഡലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുള്ള ശക്തമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ട് വ്യക്തികളുണ്ട്, ഒരു അച്ഛനും മകനുമുണ്ട്, PC ജോർജും ഷോൺ ജോർജും. അവർ BJPയുടെ ഭാഗമാണ്. രണ്ടുപേരും രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണ്, രാഷ്ട്രീയ നേതാക്കളാണ്, കേരള കോൺഗ്രസിലൂടെ കടന്നു വന്ന വ്യക്തിത്വങ്ങളാണ്. അവർ അവരുടെ ആശയപരമായ കാര്യങ്ങൾ കൊണ്ടും ചില പ്രതിസന്ധികൾ കൊണ്ടും BJPയുടെ ഭാഗമായി. PC ജോർജ് എവിടെ മത്സരിക്കും? പൂഞ്ഞാറിൽ മത്സരിക്കും എന്ന് ഒറ്റയടിക്ക് പറയാം. പക്ഷേ പൂഞ്ഞാറിൽ PC ജോർജിനെ മത്സരിപ്പിക്കുമോ? അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ കണ്ടു, പാർട്ടി എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും ഞാൻ മത്സരിക്കും, പൂഞ്ഞാറാണ് എന്റെ പ്രദേശം, ഞാൻ അവിടെ മത്സരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഷോൺ ജോർജ് പാലായിൽ മത്സരിക്കാനും താല്പര്യപ്പെടുന്നു, അദ്ദേഹം പാലായിൽ മത്സരിച്ചാൽ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ പറ്റും എന്നാണ് PC ജോർജ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ അഭിപ്രായത്തെ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതികളെയും തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അംഗീകരിക്കാത്തവർ ഭാരതീയ ജനതാ പാർട്ടിയിലുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ്. പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം PC ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള, ആ സമയത്താണ് അദ്ദേഹം BJPയിലേക്ക് പ്രവേശിച്ചത്, പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള ചില സാധ്യതകൾ തെളിഞ്ഞിരുന്നു. അദ്ദേഹം പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണെങ്കിൽ ഇന്ന് തൃശ്ശൂരും പത്തനംതിട്ടയും BJPയുടെ NDAയുടെ കയ്യിൽ ഇരുന്നേനെ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ PC ജോർജിന് അത് മതപരമായും അല്ലാതെ ഉള്ള ഒരു സ്വാധീനം വളരെ വലുതായിരുന്നു. ഒപ്പം BJPയുടെ വോട്ടും കൂടി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ജയിച്ചേനെ. പക്ഷേ ഒരു വ്യക്തി, പേരൊന്നും പറയുന്നില്ല, മനഃപൂർവ്വം അദ്ദേഹത്തെ അവിടെ നിന്ന് വെട്ടിമാറ്റുകയായിരുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്തത്? PC ജോർജ് മത്സരിച്ച് ജയിച്ചാൽ ആ വ്യക്തിക്ക്, BJPയുടെ നേതാവാണ്, അദ്ദേഹത്തിന് എന്താണ് കുഴപ്പം? ഇദ്ദേഹത്തിനെതിരെയും പല പടപ്പുറപ്പാടുകളും നടക്കുന്നുണ്ട്. ഇദ്ദേഹവും വേറെ ചില നേതാക്കളും തമ്മിലുള്ള ഭിന്നതയും ചില അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ. BJP കേരളത്തിൽ വളരാത്തത് എന്ത് എന്നുള്ള ചോദ്യത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഉത്തരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ഈഗോ ക്ലാഷസും ആവശ്യമില്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കലും, ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും വിഭാഗീയത എന്ന് പറയുന്നതാണ്. നേതാക്കന്മാരിൽ കേന്ദ്രീകരിച്ചുള്ള വിഭാഗീയത. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും അതില്ല, കേന്ദ്ര നേതൃത്വത്തിലും അതില്ല. അതുകൊണ്ട് അവിടെ വിജയിക്കുന്നു, ഇവിടെ പരാജയപ്പെടുന്നു. ഒരു നേതാവിനെ തോൽപ്പിക്കാൻ വേണ്ടി പോത്തിനെ വെട്ടി ബലി കൊടുത്ത കഥ കേട്ടിട്ടുണ്ട്. കഥയല്ല, സത്യമാണ്. ഒരു നേതാവ് തോക്കാൻ വേണ്ടി മറ്റൊരു BJP നേതാവ് പോത്തിനെ വെട്ടി ബലി കൊടുത്ത് എന്തോ കുരുതി നടത്തുകയൊക്കെ ചെയ്ത കഥ ഇപ്പോഴല്ല, 5-6 വർഷം മുമ്പാണ് കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടിയുമായി ഇറങ്ങിക്കഴിഞ്ഞാൽ, PC ജോർജിനെ വട്ടം വെച്ച് പിടിച്ച് വെട്ടി മാറ്റാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJPക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകും. PC ജോർജ് പാർട്ടി വിട്ടു പോകുമോ എന്നറിയില്ല. എന്നാൽ പോലും അത് തീർച്ചയായിട്ടും ആ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ, ക്രിസ്ത്യൻ വോട്ട് സമൂഹത്തെ സ്വാധീനിക്കും. മധ്യ തിരുവിതാംകൂറിലടക്കം, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലടക്കമുള്ള ക്രിസ്ത്യൻ വോട്ടുകളെ അത് തീർച്ചയായിട്ടും ബാധിക്കും. മാത്രമല്ല, പൂഞ്ഞാറ് ഇദ്ദേഹം നിൽക്കുകയാണെങ്കിൽ ജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ കുറെ SDPക്കാരും കുറെ മത തീവ്രവാദികളും കൂടിയാണ് അദ്ദേഹത്തെ കഴിഞ്ഞ തവണ തോൽപ്പിച്ചത്. ഇപ്പോൾ ഈ ഒരു പൂഞ്ഞാർ മണ്ഡലത്തിൽ BJPയുടെ വോട്ട് കൂടി 2000 ശിഷ്ടം വോട്ടുകൾക്കോ മറ്റാണ് അദ്ദേഹം തോറ്റത് എന്ന് തോന്നുന്നു. ഭൂരിപക്ഷം അങ്ങനെയാണെന്ന് തോന്നുന്നു, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം അത്തരത്തിൽ BJPയുടെ വോട്ട് കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പൂഞ്ഞാറിൽ PC ജോർജിന് ജയിക്കാൻ സാധിക്കും. പാലായിൽ ഇനിയിപ്പം മാണി സി കാപ്പൻ ജയിച്ചാലും നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ ഷോൺ ജോർജിനും കഴിയും. പാല തീർച്ചയായിട്ടും ജോസ് കെ മാണി നിന്നാൽ പരാജയപ്പെടും. നിഷ ജോസ് കെ മാണി നിന്നാലും ജയസാധ്യതയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. PC ജോർജിനെ വെട്ടിമാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ ചവിട്ടിയൊതുക്കിക്കൊണ്ടുള്ള കളികൾ നടക്കാൻ സാധ്യതയില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടാണ് BJPയുടെ സംസ്ഥാന ഘടകം മുമ്പോട്ട് പോകുന്നത്. വളരെ ശക്തമായ രീതിയിലുള്ള പ്രകടനങ്ങളും പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. ഇതിൽ എല്ലാത്തിലും കൃത്യമായ സംസ്ഥാന അധ്യക്ഷന്റെ ഇടപെടലുണ്ട്. PC ജോർജ് തീർച്ചയായിട്ടും പൂഞ്ഞാറിൽ മത്സരിക്കും എന്ന് തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പാലായി മത്സരിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. മത്സരിക്കട്ടെ, ജയിക്കട്ടെ. അതിനിടയിലൂടെ അദ്ദേഹത്തെ വെട്ടി വലിച്ചു താഴെയിടാനും അദ്ദേഹത്തിനിട്ട് പാര വെക്കാനും ഒക്കെ പോയി കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് തന്നെയാണ് ദോഷം, പാർട്ടിയുടെ സംവിധാനത്തിന് തന്നെയാണ് ദോഷം എന്നുള്ള കാര്യം അദ്ദേഹത്തെ വെട്ടാൻ നടക്കുന്നവർ അതാരായാലും ഒന്ന് മനസ്സിൽ വെച്ചോളൂ.